6-ാം തീയതി 157-ാമത്തെ ദിവസത്തിലെത്തി. പരസ്പരമുള്ള തർക്കങ്ങളെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ പുലരിയിൽ വിചാരിച്ചു തുടങ്ങിയത്. വിദ്യാലയത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ചില പ്രകാശങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ തർക്കങ്ങളിൽ നിന്ന് അകറ്റാത്തത്? കുറെ കൂടി ഒരു വിശാലമായ ആകാശത്തെ സ്വപ്നം കാണാനും സ്വീകരിക്കുവാനും കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ്? മറുവശത്തു നിന്നുകൂടി ചിന്തിച്ചാൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ കുറെ ശമനമാകും. വാദിക്കുന്നവർ, തർക്കിക്കുന്നവർ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരേ കണ്ണിലൂടെയല്ല കാര്യങ്ങളെ കാണുന്നത്. ഒരേ കാര്യത്തിന് തന്നെ പല ശരികളുമുണ്ട്. ഒരേ ഒരു ശരി അത് തൻ്റേത് മാത്രമാണ് എന്ന് കരുതുന്നതാണ് തർക്കങ്ങളിലെ ഏറ്റവും വലിയ ദോഷഭാഗം. വ്യക്തികളെ അല്ല എതിർക്കേണ്ടത്. വിഷയങ്ങളെ എതിർക്കാനായിട്ട് നമുക്ക് കുറേയും കൂടി പ്രകാശം ഉള്ളിൽ ആവശ്യമാണ്. വിഷയങ്ങളെ എതിർക്കാനായിട്ട് കുറെ കൂടി ആശയ സമൃദ്ധി ഉള്ളിൽ ആവശ്യമാണ്. വ്യക്തിയെ അംഗീകരിക്കുകയും വാദത്തെ ബഹുമാനിക്കുകയും ചെയ്യാതെ ഒരു തർക്കവും ക്രിയാത്മകമായി മുമ്പോട്ട് പോവില്ല. എന്റെ ആശയം ജയിക്കണമെന്നുള്ള ആഗ്രഹം പതിയെ പിടിവാശിയായി മാറുന്നു. അതൊന്ന് മാറ്റിയിട്ട് വേണം ഇരുവശത്തു നിന്നുള്ളവർ ചർച്ചയ്ക്കും സംവാദത്തിനും തയ്യാറാവാനായിട്ട്. പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹമില്ലാതെ വെറുതെ വായിട്ടലച്ചത് കൊണ്ടാണ്, അലയ്ക്കുന്നത് കൊണ്ടാണ് പല വിഷയങ്ങളും നമുക്കിടയിൽ ഇപ്പോഴും തർക്ക വിഷയങ്ങളായി നിലകൊള്ളുന്നത്. ഈ വാദപ്രതിവാദം വിനോദമാക്കിയ ചില ആളുകളുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തർക്ക വിഷയം വേണം. രണ്ടാമതൊരു വിഷയം ഉണ്ടാകുന്നത് വരെ ആദ്യത്തേത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതാണ് അവർക്ക് താല്പര്യം. കുറെ കൂടി നമുക്കൊരു ബോധമാണ് ഈ കാലത്ത് ജീവിക്കാനായിട്ട്, വളരാനായിട്ട് ആവശ്യം കിട്ടും. അത് അധ്യാപകര് വിദ്യാർത്ഥികൾക്ക് പകരട്ടെ, മാതാപിതാക്കൾക്ക് മക്കൾക്ക് പകർന്നു നൽകട്ടെ. അങ്ങനെ സമൂഹം കുറെ കൂടി പ്രകാശവും ചൈതന്യവും ജീവനുമുള്ളതായി രൂപാന്തരപ്പെടട്ടെ. എൻ്റെ നിങ്ങളുടെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ തർക്കങ്ങളിൽ നമ്മൾ വ്യക്തികളെയാണ് എതിർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ശബ്ദം വല്ലാതെ ഉയർന്നു നിൽക്കും. അല്ല, വാദങ്ങളെയാണ്, ആശയങ്ങളെയാണ് എതിർക്കുന്നതെങ്കിൽ അഭിപ്രായങ്ങളായിരിക്കും ഉയർന്നു നിൽക്കുക. കുറെ കൂടി കുലീനമായ, അന്തസ്സുള്ള, ആഴമുള്ള, അഴകുള്ള മനുഷ്യരായിട്ട് കൂടി നമുക്ക് വളരാം. ആമേൻ.